അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഒരു ശബ്ദക്കുറവുണ്ടോ? സൂറ ആല ഇംറാനിലെ 31 വരെ ആയത്തുകൾ നമ്മൾ പഠിച്ചു. മുന്നോട്ട് തന്നെ പോവാണ് നമ്മൾ ഇൻഷാ അല്ലാഹ്. സലാം. 31-ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, അപ്പോൾ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യവാനുമാകുന്നു. അപ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഞങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുകയും എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതിരിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ആയത്ത് എന്ന് നമുക്കറിയാം. ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അള്ളാഹു എന്ന് പറഞ്ഞാല് ഒരു സമുദായത്തിന്റെ അള്ളല്ല. അപ്പൊ ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, മജൂസികൾ, സാബികൾ, മുശ്രിക്കുകൾ എന്ന് വേണ്ട എല്ലാവരും അള്ളാഹുവെ കുറിച്ച് പറയുന്നു, അഥവാ ദൈവത്തെ കുറിച്ച് പറയുന്നു, ഒരു പടച്ചോനെ പറ്റി പറയുന്നു, ഈശ്വരനെ കുറിച്ച് പറയുന്നു, കർത്താവിനെ കുറിച്ച് പറയുന്നു. ഞങ്ങളാണ് ആ ദൈവത്തിന്റെ സ്വന്തം ആളുകൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്യാത്ത ഒരു അള്ളാഹ് സ്നേഹം, ഒരു ദൈവസ്നേഹം, അത് നിലനിൽക്കുകയില്ല. അപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റാത്ത ഒരു ദൈവസ്നേഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈമാനിന്റെ പൊരുൾ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, സൃഷ്ടാവിനോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിന്റെ ശത്രുവിനോടുള്ള സ്നേഹവും ഒരേ അളവിൽ ഒരു മനസ്സിൽ യോജിക്കുകയില്ല. വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇരുട്ടും വെളിച്ചവും ഒരുപോലെ ഒരു സ്ഥലത്ത് ഉണ്ടാവൂല, കറുപ്പും വെളുപ്പും ഒരുപോലെ ഉണ്ടാവൂല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹമുള്ളിടത്ത് അതിന് നേരെ വിപരീതം നിൽക്കുന്നവരോടുള്ള സ്നേഹവും രണ്ടും കൂടി നിലനിൽക്കൂല. ഈ നിഷ്പക്ഷത എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ സാധാരണ സൗകര്യത്തിന് പറയുന്നതാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. രണ്ടു കൂട്ടരോടും ഒരേപോലെ എന്നൊരു സംഗതി ഇല്ല. എങ്കിൽ നന്മയുടെ പക്ഷത്തായിരിക്കും, അല്ലെങ്കിൽ തിന്മയുടെ പക്ഷത്തായിരിക്കും. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത് അവന്റെ ദൂതനെ പിൻപറ്റിക്കൊണ്ടാണ്. അങ്ങനെയാണ് അള്ളാഹു ദൂതന്മാരെ അയച്ചിട്ടുള്ളത്. നബഉമായി അയച്ചത്, നബിമാരെ അയച്ചത്, വാർത്തയുമായി അയച്ചത്. അങ്ങനെ റസൂലിനെ നിരാകരിച്ചുകൊണ്ട് ആവിഷ്കരിക്കപ്പെടുന്ന മാർഗങ്ങൾ
ചില ആളുകൾ പറയും എനിക്ക് ഖുർആൻ മതി, സുന്നത്ത് വേണ്ട, ഹദീസ് വേണ്ട, ഖുർആൻ മതി എന്നൊക്കെ പറയുന്നത്. അതൊന്നും അതിൽ നിന്നും നുബുവത്ത് എന്നത് നബി. അപ്പോ പിന്നെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാകാനുള്ള മാർഗം എന്ത് എന്ന് ചോദിച്ചാൽ അതും എന്താണ്? സ്വയം ആവിഷ്കരിക്കുന്ന ഏതാനും കാര്യങ്ങളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറയുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് 31-ാമത്തെ ആയത്ത്. ഇനി 32-ാമത്തെ ആയത്ത്, അത് വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതവുമായിട്ട് നേർക്കുനേരെ ബന്ധപ്പെടുന്ന ഒരായത്താണ്. ഖുൽ അത്തിഉല്ലാഹ വർ-റസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഖുൽ അത്തിഉല്ലാഹ വർ-റസൂൽ فإن تولوا فإن الله لا يحب الكافرين. قل അറിയാലോ അർത്ഥം? അറിയുക. അത്തിഉ, നിങ്ങൾ ഇതാഅത്ത് ഉള്ളവരാവുക, അഥവാ നിങ്ങൾ അനുസരിക്കുക. അല്ലാഹ എന്ന് പറഞ്ഞാൽ അള്ളാനെ എന്നർത്ഥം. വർ-റസൂൽ, അവന്റെ ദൂതനെയും. ഫഇൻ തവല്ലൗ, നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു, ലാ യുഹിബ്ബുൽ കാഫിരീൻ, സത്യനിഷേധികളെ അല്ലാഹു സ്നേഹിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഇതാഅത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പറയുന്നത്, അനുസരണം. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ മൊത്തം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കൽപ്പനകളും ആയത്തുകളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അനുസരണം എന്ന വിഷയം അള്ളാഹു നിസ്സാരമായ അല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അടിസ്ഥാനപരമായിട്ട് അള്ളാഹിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. അതല്ലാത്ത ആരെയും ഒന്നിനെയും അനുസരിക്കാൻ പാടില്ല എന്നാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതല്ലാത്ത ഒന്നിനെയും ഭയപ്പെടുകയില്ല, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ അനുസരിക്കൂല. അപ്പോ എല്ലാറ്റിനെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലല്ലാഹ്, അള്ളാഹു വഴി. എങ്ങനെ? അതെ, അതിലേക്ക് നമുക്ക് വരാം. ആരാധിക്കുക എന്നൊന്നല്ല അവിടെ. ആരാധിക്കുക എന്നൊരു സംഗതി തന്നെ അവിടെ ഇല്ല. ബാക്കിയുള്ള ആരെ അനുസരിക്കാൻ പാടില്ല. ആരെ അനുസരിക്കാൻ പാടില്ല? അള്ളാഹുവിനെ അല്ലാതെ ആരെ അനുസരിക്കാൻ പാടില്ല. പാടില്ല. ആദ്യങ്ങള് പാടില്ല എന്നുള്ള ദീനാണ് അംഗീകരിച്ചാലല്ലേ പിന്നെ അതെങ്ങനെ എന്റെ പ്രാക്ടിക്കൽ എന്ന് പറയാം. അള്ളാഹു അല്ലാത്ത ആരെയും അനുസരിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ. പിന്നെ എന്ത് എന്നുള്ളതാണ്, ഉമ്മനെ അനുസരിക്കണില്ലേ? അനുസരിക്കണ്ടേ? വേണ്ടേ? അധ്യാപകനെ അനുസരിക്കണ്ടേ? വേണ്ടേ? പോട്ടെ, റസൂലിനെങ്കിലും അനുസരിക്കണ്ടേ? വേണം, അനുസരിക്കണം. അപ്പൊ എന്താണ് അങ്ങനെ എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. എന്താ സിമ്പിൾ എന്ന് വെച്ചാല്, സ്വതന്ത്രമായ, ചോദ്യം ചെയ്യാത്ത, ആത്യന്തികമായ അനുസരണം അത് അള്ളാഹുവിന് മാത്രമാണ്.
അള്ളാഹ് നമ്മളോട് പറഞ്ഞു ഇന്നത് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തിനു ചെയ്യണം എന്ന് ചോദ്യമല്ല. ഉമ്മ പറഞ്ഞു അത് ചെയ്യണമെന്ന്, അപ്പൊ അനുസരിക്കുകയാണ് വേണ്ടത്. ഏതുവരെ? അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരാവാത്തിടത്തോളം. എതിരായാലോ അനുസരിക്കാൻ പാടില്ല. മൂപ്പര് ഒരു ദിവസം വരുമ്പോ കുറച്ച് ചന്ദനത്തിരിയോ ഒക്കെ ആയിട്ട് വന്ന് ഒരു ഫോട്ടോ വാങ്ങിയിട്ട് അത് ചുമരിന്റെ മോളെ അടിച്ചിട്ട് പറഞ്ഞു, മോളെ BJP ഭരിക്കണേ, ഇതിന്റെ മുമ്പിൽ ലേശം കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ കാത്തിക്കുക എന്ന് പറഞ്ഞാല് ഭർത്താവാണ്. ആരെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നു. പറഞ്ഞൊക്കെ അനുസരിക്കണം. അതുകൊണ്ട് ചന്ദനത്തിരി എത്തിച്ചേക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നമ്മള് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇനിയും പറയണതിന് കുഴപ്പമില്ല, എത്ര ആവർത്തിച്ച് പറയാവുന്നതാണ്. നമ്മളെ മനസ്സിലത് പതിക്കുന്നവരെ പറയാവുന്നതാണ്. നമ്മളെ ഇബ്ലീസ് ഉണ്ടല്ലോ, നമ്മളെ ഇബ്ലീസ് എന്ന് പറയുന്നത് വയ്യൊക്കെ പറയുമ്പോൾ നമ്മളെ കള്ളിച്ചാപ്പ് എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. നമ്മളായിട്ട് അതിന് ബന്ധമൊന്നും ഇല്ലെങ്കിലും നമുക്ക് പരിചയമല്ലേ എന്നുള്ള ഒരു അർത്ഥം അതിനുള്ളൂ. നമ്മളെന്ന് പറയുന്നു അത്രേ ഉള്ളൂ. ആ ഇബ്ലീസ് മാഷിപ്പോ ഇവിടെ പറഞ്ഞ ആരാധനയിലാണോ തെറ്റിയത്, അനുസരണത്തിലാണോ തെറ്റിയത്? അത് മാത്രമേ ഇബ്ലീസ് അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആരാധനയുടെ ഏറ്റവും പ്രകടമായ രൂപമാണ് സുജൂദ്. ഒരാൾ സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരാധനയാണോ അല്ലേന്ന് ഒരാൾ ചോദിക്കൂലല്ലോ. ചോദിക്കുവോ? സുജൂദ് എന്ന് പറയുന്നത് ആരാധനയുടെ പരമകാഷ്ഠയാണ്, അല്ലേ? അങ്ങേയറ്റമാണ് വിധേയത്വത്തിന്റെ. ഈ സുജൂദ് അള്ളാഹു അല്ലാത്ത ഒന്നിന്റെ മുമ്പിലും ചെയ്യൂല എന്ന് ശഠിച്ച ആളാണ്. അങ്ങനെയുണ്ടല്ലോ, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സാക്ഷാൽ അള്ള പറഞ്ഞിട്ടും കൂടി ആരാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തതിന് ഇബ്ലീസിന് യാതൊരു മടിയിട്ടില്ല ഇല്ല എന്നുള്ളത് നമ്മൾ ഊഹിക്കല്ല. അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, റബ്ബി അൻദർനി ഇലാ യൗമി യുബഅസൂൻ. റബ്ബി, എന്റെ റബ്ബേ. ആര് റബ്ബ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മൊയ്തീൻ ഷെയ്ഖേ, റിഫായി തങ്ങളെ, മമ്പർദ തങ്ങളെ, ബദരീങ്ങളെ എന്നൊന്നല്ല ഇബ്ലീസ് വിളിച്ചത്. അതിൽ ഒരു പങ്കാളിത്തവും ഇല്ല, ഒരു തവസ്സുലും ഇല്ല, വേറൊരു ഇസ്തിഗാസയും ഇല്ല, ഒരു വളഞ്ഞ വഴിയും ഇല്ല, ഒന്നുമില്ല. നേർക്ക് നേരെ റബ്ബി, എന്റെ റബ്ബേ. അല്ലേ? തർക്കമില്ലല്ലോ. ഖുർആനിൽ ഒന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അതേ സാധനം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? എനിക്ക് പുനരുദ്ധാന നാള് വരെ ആയുസ് നീട്ടിത്തരണേ. അപ്പൊ പുനരുദ്ധാന നാൾ എന്നൊരു നാളുണ്ട് എന്ന് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ പരലോകമുണ്ട്, വിചാരണ ഉണ്ട്, ഇവരൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ പരലോക വിശ്വാസത്തിൽ ഇബ്ലീസിന് എന്തില്ല? ഒരു കുറവുമില്ല. ഇനി ആ നാള് വരെ എന്റെ ആയുസ് നീട്ടിത്തരാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ. മൊയ്തീൻ കഴിയോ? മമ്പർദ തങ്ങൾക്ക് കഴിയോ? ഇനി മമ്പർദ തങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ജനിച്ചാണെങ്കിൽ അന്നത്തെ കാലത്തുള്ള ഏതെങ്കിലും ഒന്നിനെ വിളിച്ചിട്ട് തവസ്സുലാക്കുകയോ നേർച്ച നേരുകയോ ഒന്നും ചെയ്തിട്ടില്ല. നേരെ അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ, അല്ലെങ്കിൽ എന്റെ റബ്ബേ. അള്ളാഹുവെ എന്ന് വിളിക്കണ മാതിരിയല്ല, അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചിട്ടാണ് ഈ വിളിക്കുന്നത്. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുക എന്ന് പറയുന്ന പിന്നെ അതിന്റെ അപ്പുറത്ത് എന്താ? അള്ളാഹു റബ്ബാന്ന് അംഗീകരിക്കാത്തതാണല്ലോ നമ്മളെ പ്രശ്നം. അപ്പൊ അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിച്ചു. അള്ളാഹു ആണ് പുനരുദ്ധാന നാള് വരെ ആയുസ് തരേണ്ടതെന്ന് അംഗീകരിച്ചു. ആ ആയുസ് തരാൻ ഒരു പുനരുദ്ധാന നാളുണ്ട് എന്ന് അംഗീകരിച്ചു. അതിന് കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിച്ചു. ഇതൊക്കെ അംഗീകരിച്ചാലും വേണ്ടില്ല ഞാൻ ഇയാളോട് ചോദിക്കാന്ന് പറയാതെ അള്ളാഹിനോട് തന്നെ ചോദിക്കുകയും ചെയ്തു. എവിടെയാണ് ഇബ്ലീസ് ആരാധനയിൽ പഴിച്ചത്? എവിടെയും പഴിച്ചില്ല. എന്നിട്ടോ ഈ ചോദിച്ച കാര്യത്തെ കുറിച്ച് അള്ളാഹിന്റെ മറുപടി എന്താ? തരൂലാന്നുമല്ല. അങ്ങനെ തന്നെയാണ്, എനിക്ക് ആയുസ്സുണ്ട്.
ആ മറുപടിയിൽ വേറൊരു കാര്യം അടങ്ങിയിട്ടുണ്ട്. അത് ഈ ഇബ്ലീസ് ചോദിച്ചത് കൊണ്ട് ആയുസാക്കി കൊടുത്തതല്ല, ആദ്യം തന്നെ അള്ളാഹു കണക്കാക്കിയതാണ്. അതെ, അതെനിക്കുണ്ട് എന്നാണ് ആ പറഞ്ഞിട്ടുള്ളത്. മുൻവരീൻ, നീ അങ്ങനെ ഉള്ളവനാണ്, ആയുസ് നൽകപ്പെട്ടവനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇബ്ലീസ് എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു ആണ് ഇലാഹ് എന്ന് അംഗീകരിച്ചോ? അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് അംഗീകരിച്ചോ? പിന്നെ എന്തിനാ ഇന്നക്ക റജീം, നീ ശപിക്കപ്പെട്ടാന്ന് പറഞ്ഞത്? അപ്പോ അള്ളാഹുവിന്റെ നിയമങ്ങൾ, കൽപ്പനകൾ അനുസരിക്കാത്ത ഒരുത്തൻ അള്ളാഹു അല്ലാത്ത ആർക്കും സുജൂദ് ചെയ്യാതിരുന്നാൽ എവിടെ എത്തുള്ളൂ? ആരെ നിലവാരത്തിൽ എത്തുള്ളൂ? അതാണ് പ്രശ്നം. അവിടെയാണ് എന്റെ പ്രശ്നങ്ങൾ. ഒരാൾ ജീവിതത്തിൽ മൊയ്തീശേനെയും വിളിച്ചില്ല, മമ്പർത്തങ്ങളെയും വിളിച്ചില്ല, റിഫായിഷേനെയും വിളിച്ചില്ല, വേറെ ആർക്കും നേർച്ചയും നേർന്നില്ല, ഉറുക്കും മന്ത്രമായിട്ട് അതും പോയില്ല, അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നു. നമ്മൾ അയാളെ കുറിച്ച് പറയും നല്ല മുവഹിദാണ്, നല്ല തൗഹീദുള്ള ഒരാളാണ്. പക്ഷെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി അയച്ചു തന്നിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളും കൽപ്പനകളും ഉണ്ട്. അത് അയാൾ അംഗീകരിക്കുന്നില്ല. അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ച പരമാവധി നേരാതെ നോക്കുന്നുണ്ട്. നേരെയാണെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമേ നേരുന്നുള്ളൂ. റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. പിന്നെ ഹജ്ജ്, ഉംറ, സ്വലാത്ത്, സ്വലാമ്, നേരത്തെ പറഞ്ഞ ആരാധന എന്ന് പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഏത് നിലവാരത്തിലെത്തുള്ളൂ എന്നുള്ളതാണ്. അയാൾ എത്തുന്ന നിലവാരമാണ് ആരുടെ നിലവാരം? ദേശത്തിന്റെ നിലവാരം. ഇനി അങ്ങനെയും ചെയ്യാത്ത ആളുകൾ ആ നിലവാരം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെയും താഴെയാണ്. പ്രാർത്ഥന പോലും വേറെ ആണെങ്കിൽ പിന്നെ ആ നിലവാരം എന്തായിപ്പോയി? അതിൻ്റെയും താഴെയാണ്. ആ നിലവാരം വെച്ച് അതിന് ശേഷമുള്ള വർത്താനാണ് ഇവിടെ പറയുന്നത്. അത്തിഉല്ലാഹ് വറസൂൽ, നിങ്ങൾ അള്ളാഹുവിന് അനുസരണം നൽകുക, അള്ളാഹുവിനെ അനുസരിക്കുക. വറസൂൽ, വാവിട്ടിട്ടാണ്. അർറസൂൽ എന്ന് പറഞ്ഞതും റസൂൽ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അർറസൂൽ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥാവാം. ഒന്നുകിൽ എല്ലാ റസൂലും എന്നുള്ള അർത്ഥാവാം, അല്ലെങ്കിൽ ഈ പ്രത്യേക റസൂൽ എന്ന അർത്ഥവും ആകാം. എന്തായാലും ഒന്ന് തന്നെയാണ്. കാരണം എല്ലാ റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാലും അത് മുഹമ്മദ് നബിയെ അനുസരിക്കുന്ന മാതിരിയാണ്. മുഹമ്മദ് നബിയെ അനുസരിക്കുക എന്ന് പറഞ്ഞാലും എല്ലാ റസൂലിനെ അനുസരിക്കുന്ന മാതിരി. കാരണം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂൽ, ഒരു റസൂലിനും ഇടയിൽ വിവേചനമോ ഒരാളെ പറ്റൂ ഒരാളെ പറ്റൂല എന്നോ ഇസ്ലാമിൽ ഇല്ല. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്നു, റസൂലിനെ അനുസരിക്കുന്നു. റസൂലിനെയാണ് അനുസരിക്കുന്നത്, മുഹമ്മദിനെ അല്ല. നിങ്ങൾ ഉറങ്ങരുത് പെണ്ണുങ്ങളെ, നിങ്ങൾ ഉറങ്ങരുത്. അതായത് അള്ളാഹുവിന്റെ റസൂലിനെയാണ് അനുസരിക്കുന്നത്, മുഹമ്മദിനല്ല, മുഹമ്മദ് ബിൻ അബ്ദുല്ലാനല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ നബി കുടുംബത്തിൽപ്പെട്ട ആൾക്കാര് മുഹമ്മദ് ബിൻ അബ്ദുല്ലാനെ സ്നേഹിച്ചിരുന്നു, വല്ലാതെ സ്നേഹിച്ചിരുന്നു. അബൂ താലിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷിബ് അബി താലിബിൽ കൊല്ലങ്ങള്, മാസങ്ങളോളം അവര് പട്ടിണി കിടന്നത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവര് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആരെ അനുസരിക്കാനാണ് ഇവിടെ പറയുന്നത്? റസൂലിനെ അനുസരിക്കാനാണ്. എന്താ തമ്മിൽ വ്യത്യാസം? തമ്മിൽ വ്യത്യാസമുണ്ടോ? റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്രവാചകൻ എന്ന് പറയാറില്ലേ? എന്താണ് പ്രവാചകൻ? പണ്ട് റേഡിയോയിൽ ഉണ്ടായിരുന്ന സംസ്കൃത വാർത്ത ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ പ്രവാചക ബലദേവാനന്ദ സാഗർ അല്ലേ? ബലദേവാനന്ദ സാഗർ ആരാണ്? പ്രവാചകൻ എന്നാണ്. എന്താണ് പ്രവാചകൻ? ആ വാർത്ത നിങ്ങൾക്ക് തരുന്ന ആളാണ് ബലദേവാനന്ദ സാഗർ എന്നാണ് പറയണത്. അത് എല്ലാ ദിവസവും തുറന്നു വെച്ചിട്ട്
പ്രവാചകനെ പറ്റി പറയണ്ടല്ലോ, എന്നാലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഗതി വാർത്ത അതവിടെ അവസാനിച്ചു അല്ലേ? സന്തതി വാർത്ത എന്താ അല്ലേ? അപ്പൊ ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വാർത്ത കൊണ്ടുവരുന്ന, വൃത്താന്തം കൊണ്ടുവരുന്ന, നബ് കൊണ്ടുവരുന്ന നബിയാണ്. അപ്പോ ആ നിലക്കാണ്, അല്ലാണ്ട് പ്രവചിക്കുന്ന ആള് എന്നുള്ള നിലക്കല്ല പ്രവാചകൻ. പ്രവാചകൻ എന്നത് പ്രവചിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലല്ല, വാർത്ത കൊണ്ടുവരുന്നയാൾ എന്ന അർത്ഥത്തിലാണ്. പ്രവചിക്കണമെങ്കിൽ ഭാവി അറിയണം. ഭാവി ആർക്കും അറിയില്ല? റസൂലുള്ളാഹിക്ക് അറിയില്ല എന്നാണ് റസൂലിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രവചനങ്ങളല്ല ഇവിടെ, വാർത്ത കൊണ്ടുവരലാണ്. ഇനി എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ റസൂൽ എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. ഖുർആനിൽ തന്നെ ഇതേ കാര്യം വേറൊരു സ്ഥലത്ത് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം, വ ഉലിൽ അംരി മിൻകും, നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. അപ്പൊ നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞതിനെ കയ്യിൽപ്പെടുത്താം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ നാഥൻ, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ ഭരണാധികാരി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു സംശയമുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി, ഒരു തർക്കമുണ്ടായി, അതാണോ ശരി ഇതാണോ ശരി എന്ന് തോന്നലുണ്ടായാൽ നിങ്ങൾ മടക്കണം ഇലല്ലാ, അള്ളാഹുവിലേക്ക്, റസൂലിലേക്ക്, ഉലുൽ അംറിലേക്കില്ല. അവിടെ മടക്കലില്ല. വളരെ ക്ലിയർ ആണ്. അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. സ്റ്റോപ്പ്. നിങ്ങൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, റസൂലിനെയാണ്, ഉലുൽ അംറിനെയാണ്. പക്ഷെ നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കുന്നത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, റസൂൽ അനുസരിക്കുന്നതും അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, ഉലുൽ അംറിനെ അനുസരിക്കുന്നതും അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. എപ്പോ? നിങ്ങളുടെ അനുസരണത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നത് വരുമ്പോ, അപ്പൊ മാത്രമേ. നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിനെ അനുസരിക്കലാണ്. അള്ളാഹുവിനെ അനുസരിക്കാതെ അല്ലെങ്കിൽ അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആ അതിരിന്റെ പുറത്തേക്ക് വേറെ ഒരാളെയും അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ആരെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ? അള്ളാഹിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മളൊരു ബസ് കയറി. ബസ്സിന്റെ പേര് ബിസ എന്നാണ്. ചെറുകുളത്തേക്കുള്ള ബസ്സാന്ന് വിചാരിച്ചോളൂ. ബിസ എന്ന ബസ് കണ്ടി ഉണ്ടാവും, നിങ്ങൾ കുറെ കാലം ഓടും. നമ്മൾ കയറുമ്പോ ആള് വിചാരിക്കുന്നത് നമ്മൾ പോണത് എങ്ങോട്ടാണ്? ബസ്സിലേക്കാണ് എന്നാണ്. നമ്മൾ ബസ് കയറി തണ്ണീർപ്പന്തലിൽ എത്തിയപ്പോ ബസ് പഞ്ചറായി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോകേണ്ടത് കോഴിക്കോട്ടേക്കാണ്. എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യണമെങ്കിൽ പറഞ്ഞോളി. ഇല്ല, ഞാൻ വിസയിൽ കയറിയ ആളാ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്നാണോ നമ്മളെ നിലപാട്? ബസ് എവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആവുന്നോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ബസ് കയറും. ആ ബസ് കയറുമ്പോഴും നമ്മളെ ഉദ്ദേശം എന്താണ്? നമ്മൾ കോഴിക്കോട് എത്തണം എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പോണത് എങ്ങോട്ടാണ്? കോഴിക്കോട്ടേക്കാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പോണ ബസ്സിലേക്കാണോ? ആണോ? അല്ല. ഇതുപോലെ യഥാർത്ഥത്തിൽ അനുസരിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. ആ അനുസരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ നേതാവിനെ അനുസരിക്കും, നമ്മളെ അധ്യാപകനെ അനുസരിക്കും, നമ്മളെ കുടുംബനാഥനെ അനുസരിക്കും, നമ്മളെ ഉമ്മാനെ അനുസരിക്കും. പക്ഷേ ആ പോക്ക് ടൗണിൽ എത്താത്ത കോലത്തിൽ നിന്ന് പോയി ബ്രേക്ക് ഡൗൺ ആയാല് നമ്മൾ പിന്നെ ബസ് കുത്തിരിക്കൂല, നമ്മൾ അവിടെ നിന്നിട്ട് ഇറങ്ങും. ഇറങ്ങണ്ടേ? അപ്പൊ നമ്മുടെ നേതാവിനെ അനുസരിക്കുന്നതിന്റെ അതിര് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്ന നേതാവായി വരുന്നിടത്തോളം മാത്രമാണ്. അവിടുന്ന് അയാൾ മാറിയാൽ ഉടനെ നമ്മൾ അവിടുന്ന് ഇറങ്ങും.
അങ്ങനെ ഇറങ്ങാത്ത ആള് ഈ വിസയെ തന്നെ കുത്തിരിക്കുന്ന ആളെ പോലെയാണ്. അവന്റെ ലക്ഷ്യം മാറിപ്പോയി. ഓൻ കോഴിക്കോട്ടേക്ക് പോകാൻ വിചാരിച്ചിട്ട് ഓൻ തന്നെ തോന്നി എനിക്ക് ബസ്സിലേക്കാ വരണ്ടേ എന്ന് വിചാരിച്ച പോലെയാണ്. അപ്പൊ പുറമേന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ബസ്സിലേക്കാണ് പോകുന്നത് എങ്കിലും അയാൾ പോകുന്നത് ഇപ്പോ അങ്ങോട്ടല്ല, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. ഒരാള് ഇങ്ങോട്ടങ്ങൾ പോണേ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ എന്തോ കച്ചവടം ചെയ്യാൻ പോണ ആൾക്ക് മാത്രമാണ് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ ബാധകമുള്ളൂ. നമ്മൾ റെയിൽവേക്ക് പോകണ എന്തിനാണ്? നമുക്ക് ഷൊർണൂർ എത്താനാണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നമ്മളെ ലക്ഷ്യം ഏതാണ്? പക്ഷെ നമ്മളെ കാണുന്ന ആൾക്കാർ വിചാരിക്കണേ നമ്മൾ എങ്ങോട്ട് പോകണമെന്നാണ്? റെയിൽവേയിലേക്ക് പോവുക. ഇപ്പൊ നമ്മൾ റെയിൽവേയിലേക്കാണോ പോകേണ്ടത്? അല്ല, നമ്മൾ പോകേണ്ടത് ഷൊർണൂരേക്കാണ്. അപ്പൊ റെയിൽവേ പോകണ്ടല്ലോ, അത് ഷൊർണൂർ എത്താൻ വേണ്ടിയിട്ടാണ് അതിൽ പോകണത്. അപ്പൊ അള്ളാഹുവിന് മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഉമ്മനെ അനുസരിക്കുന്നതോ അത് അള്ളാഹ് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞെടുത്ത് ഉമ്മ മാറിയാലോ പിന്നെ ഉമ്മനെ അനുസരിക്കൂല. മറ്റൊരു സ്നേഹനിധിയായ അങ്ങേറ്റ നിസ്സബിൻ ഉമൈർ റളിയല്ലാഹുവിനോട് ഉമ്മ പറഞ്ഞു, നീ ഈ ദീൻ ഒഴിവാക്കിയില്ലേ ഞാൻ ഒന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യൂല എന്ന്. അല്ലെങ്കിലോ അത്രയും സ്നേഹമായിരുന്നു അവർ തമ്മില്, വല്ലാത്ത ബന്ധമായിരുന്നു അവര് തമ്മില്. നിസ്സബ് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ ഒഴിവാക്കൂല. ഉമ്മ പറഞ്ഞ എന്തൊഴിവാക്കുന്ന മോനായിരുന്നു. പക്ഷെ ഉമ്മ പറയേണ്ടത് അള്ളാഹുവിന്റെ നിയമത്തിന്റെ കീഴിലാണെങ്കിലേ അനുസരിക്കും. അള്ളാഹിന്റെ നിയമത്തിന്റെ കീഴിലല്ലെങ്കിലോ അവിടുന്ന് ഇറങ്ങി പോരണം. അവിടെയാണ് ഇത്താഅത്ത്. അപ്പൊ നമ്മൾ അള്ളാഹിനെ അനുസരിച്ചാലും റസൂലിനെ അനുസരിച്ചാലും ഉമ്മനെ അനുസരിച്ചാലും നമ്മൾ ആരനുസരിച്ചാലും അത് അള്ളാഹുവിനുള്ള ഇബാദത്താകും. എപ്പോ അള്ളാഹുവിനുള്ള ഇബാദത്താവുന്നത്? അള്ളാഹുവിന്റെ നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അനുസരിച്ചാൽ. അള്ളാഹുവിന്റെ നിയമത്തിന്റെയും വ്യവസ്ഥയുടെയും അള്ളാഹുവിന്റെ താല്പര്യത്തിന്റെയും ആ അതിരിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒരു ബൈപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താവും. ഇന്നത്തെ ഭരണ സംവിധാനം എന്നല്ല, ഇതെല്ലാം ഈ അസലിൽ പരിശോധിച്ചാൽ മതി. പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാം. ഏതൊരാളെയും സ്വതന്ത്രമായി ഒരാൾ അനുസരിക്കാൻ തീരുമാനിച്ചാൽ അയാൾ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് പുറത്താവും. വളരെ ക്ലിയർ ആണ്. ക്ലിയർ എനിക്കായാൽ പോരാ, നിങ്ങൾക്ക് ക്ലിയർ ആയാലല്ലേ കാര്യമുള്ളൂ. ആരെ? ആ ആ ആ ആ ആ ആ അതെ, അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമ്മൾ ഇതിന്റെ മറ്റേത് പ്രാക്ടിക്കൽ സൈഡാണ്. നിങ്ങളെ രണ്ടാളുടെ ചോദ്യം പ്രാക്ടിക്കലാണ്. നമ്മൾ അതിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് വേണ്ടത് അസലാണ്. പൗരത്വം വേണം നമ്മൾ തീരുമാനിക്കണം. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് രണ്ടാമത്തെ വർത്താണ് എന്ന് പറഞ്ഞ പോലെയാണ്. പുരണ്ടാക്കണം എന്ന് ആദ്യം തീരുമാനം എടുക്കണം, എന്നാലേ പ്ലാൻ വരയ്ക്കാൻ പോവുള്ളൂ. പുരന്നെ ഉണ്ടാക്കാൻ തീരുമാനിക്കാത്തവൻ എന്ത് പ്ലാന്? അപ്പൊ ആദ്യം നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഇത്താഅത്ത് ആർക്കാണ്? റസൂൽ. ഇങ്ങനെ ആരെങ്കിലും അള്ളാഹുവിന് മാത്രം ഇത്താഅത്ത് എന്നിടത്ത് നിന്ന് പിന്മാറിയാൽ അല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ എന്നാണ് പറഞ്ഞത്. ഈ പിന്മാറുന്നവൻ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നല്ല, കാഫിരീങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഈ പിന്മാറുന്നവൻ ആരാണ്? കാഫിറാണ്. വളച്ചൊടിക്കുന്നവർക്ക് ഈ ആയത്തൊന്നും വേണ്ട. തീവ്രവാദം എന്ന് പറയുന്നതിന് ഈ ആയത്തൊന്നും വേണ്ട. എല്ലാ ആയത്തും വളച്ചൊടിക്കുന്നവന് തീവ്രവാദമല്ല. ഇത് മാത്രല്ല, ഇതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെല്ലാം ആയത്തുകളുണ്ട്.
അപ്പൊ മുശ്രിക്കിനെ കണ്ടെടുത്ത് വെച്ച് കൊട്ടണം, പെരടിക്ക് വെട്ടണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പറഞ്ഞോ? ഞാൻ പറഞ്ഞു അത് നിങ്ങളോട്? ഇല്ല, വേറെ എവിടുന്ന പറഞ്ഞേ? ഞാനിപ്പോ അടുത്ത് കേട്ടൊരു പ്രസംഗം നല്ല ആകർഷകമായിട്ട് തോന്നി എനിക്കത്. അദ്ദേഹം പറയാണ്, പിന്നെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും കാരുണ്യം നിറഞ്ഞ ആയത്ത് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതാണ്. ഏത്? മുശ്രിക്കിനെ പെരടിക്ക് വെട്ടണം, നിങ്ങൾ പെരടിക്ക് വെട്ടണം എന്നുള്ളൊരായത്ത്. കൊല്ലുന്നെന്ന് പെരടിക്ക് വെട്ടി കൊല്ലണം. അപ്പോ നാസ്തികരും സംഘപരിവാറിന്റെ ആളുകളും ഒക്കെ ഇത്തരം ആയത്തുകളാണ് തീവ്രവാദത്തിന്റെ സംഭവമായിട്ട് പറയുന്നത്. അപ്പൊ ഇത് കാരുണ്യത്തിന്റെ ആയത്താണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആ ആയത്ത് എപ്പോഴിറങ്ങിയതാണ് എന്നും അതിന്റെ പശ്ചാത്തലം എന്താണെന്നും മനസ്സിലാവണം. യുദ്ധത്തിൽ യാതൊരു മാനുഷികതയും കാണിക്കാതെ യുദ്ധത്തിൽ പിടികൂടുന്നവരെ ചിത്രവധം എന്നൊക്കെ പറയില്ലേ, ഇടത്തെ കാലും വെട്ടുക, വലത്തെ കയ്യും വെട്ടുക, പിന്നെ ഈ നഖത്തിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ തൊലി ഇങ്ങനെ എടുത്തിട്ട് ജീവനോടെ തന്നെ തൊലി ഇങ്ങനെ ഇരിഞ്ഞു കളയുക, ജീവനോടെ കത്തിക്കുക, ജീവനോടെ തന്നെ അംഗച്ഛേദം നടത്തുക, ഓരോരോ കൈയും ഓരോ കാലും ഓരോ നഖവും ഒക്കെ ഇങ്ങനെ വെട്ടി മുറിക്കുക. ഇങ്ങനെ ചെയ്തിരുന്ന ഒരു കാലത്ത് അള്ളാഹു പറയാണ്, യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ നിങ്ങൾ യുദ്ധത്തിൽ ഇറങ്ങിയാൽ ഇജ്ജാതി പണിക്ക് മെനക്കെടരുത്, പെരടിക്ക് വെട്ടണം. ഒറ്റ വെട്ടൽ എന്ത് ചെയ്യണം? സംഗതി തീരണം എന്നാണ് ആ പറഞ്ഞതെന്ന് മനസ്സിലാവുമ്പോഴാണ് ആ ആയത്ത് എത്രത്തോളം കാരുണ്യമുള്ള ആയത്താണെന്ന് മനസ്സിലാവുക. നിങ്ങളുടെ ശത്രു നിങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് നിങ്ങളെ നശിപ്പിക്കാൻ പണിയെടുത്ത് വരുന്ന കൊടിയ ശത്രുവാണെങ്കിൽ പോലും അവനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അംഗവിച്ഛേദം നടത്താൻ പാടില്ല, തൊലി വിരിയാൻ പാടില്ല, തീയിലിട്ട് കത്തിക്കാൻ പാടില്ല. നിങ്ങൾ ഒറ്റ വെട്ടിന് അത് എവിടെയോ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ കൊല്ലാനുള്ള വർത്താനല്ല, യുദ്ധത്തിലെ നിയമമാണ് ആ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയത്തുകൾ അതിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയാലേ അതെന്താന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല. അപ്പൊ ഇവിടെ ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ ആരാണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബിനെ എന്ന് പറയരുത്, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുള്ളനെ എന്നല്ല പറയേണ്ടത്, മുഹമ്മദ് നബിനെന്നോ മുഹമ്മദ് റസൂലിനെന്നോ പറയണം. അപ്പൊ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് തീർച്ചയായിട്ടും അത് വേണം. ശരിയാ. പക്ഷെ ഇസ്ലാമികമായിട്ട് യുദ്ധത്തിലും നീതി ഉണ്ട് എന്നാണ്. യുദ്ധ നിയമം ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധത്തിൽ എന്തും ചെയ്യാം എന്നുള്ളത് ഇല്ല ഇസ്ലാമില്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ പോയി കൊല്ലാൻ പാടില്ല. ഒന്ന്, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, മരങ്ങൾ വെട്ടിമുറിക്കാൻ പാടില്ല, കുടിവെള്ള ശേഖരണി നശിപ്പിക്കാൻ പാടില്ല, മഠങ്ങൾ തകർക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങൾ യുദ്ധത്തിൽ പോലും വെച്ച ഒരു ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് പക്ഷേ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മളെ തന്നെയാണ് തരാമെന്നാണ് മാഷ് പറയുന്നത്. നമ്മൾ വിശദീകരിച്ചു കൊടുത്താലേ അവർക്ക് തിരിയുള്ളൂ. ശരിയാണ്. അതെ അതെ. അപ്പൊ നമ്മളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ. അപ്പൊ അവർക്ക് ഇതിലൊന്നും ഒരു നീതിയോ ന്യായോ സംഗതിയോ ഒന്നുമില്ല, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനോ ഒന്നും. കഴിയും. കഴിയും. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇസ്രായേലിലെ തടവുകാരെ ഇവര് 2 കൊല്ലം എങ്ങനെയാ നോക്കി? ഓൽക്കെന്നെ തിന്നാനില്ലാണ്ട് പട്ടിണിയായിരുന്നു മരിക്കുമ്പോ ഈ മനുഷ്യന്മാര് ഇറങ്ങി ടീഷർട്ട് ഇട്ടിട്ട് പോണാണ്ടല്ലോ നിങ്ങള്. നോക്കാൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയും.
ഇതിനെക്കാളും വലിയ യുദ്ധം ഈ ദുനിയാവിൽ വരാനുണ്ടോ? ഇപ്പൊ ഗസയിൽ നടക്കണ ജാതി. കഴിയോന്ന് ചോദിച്ചാൽ കഴിയണം, അതാണ്. നിർത്ത്. അതെ, ഓക്കെ. അപ്പൊ നമ്മള് യുദ്ധത്തിൽ നിന്നും കൂടി വരിക. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. റസൂലിനെ അനുസരിക്കുന്നത് പോലും, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, സഹാബിമാര് ചോദിച്ചു, ഉദാഹരണം പറയാം, ബദർ യുദ്ധത്തിന്റെ മുമ്പ് എവിടെ നിൽക്കണ്ടേ എന്നുള്ളത് റസൂലിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, ഇവിടെ നിൽക്കാം. ഇപ്പൊ സഹാബികൾ എന്നാണ് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലെ, ഇത് വഹിയാണോ? ഇത് വഹിയാണോ? എന്ത് ഇവിടെ നിൽക്കണം എന്നുള്ളത് വഹിയാണോ? ആണെങ്കിൽ പിന്നെ ഓൽക്ക് എന്തില്ല, വേറെ അഭിപ്രായം ചോദ്യം ഒരു സംഗതിയില്ല, അപ്പൊ ഇവിടെ തന്നെ നിൽക്കുക. പക്ഷെ യുദ്ധം അറിയുന്ന അവർക്ക്, മുഹാജിറുകൾക്കും അൻസാരികൾക്കും അറിയാം ഇവിടെ അല്ല നിൽക്കേണ്ടത്, ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുക. അന്നത്തെ യുദ്ധത്തിന്റെ രീതി അങ്ങനെ, മുഖത്തോട് മുഖം, പിന്നെ ദന്ത യുദ്ധം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇന്നത്തെ മാതിരി കൊണ്ടുപോയി ബോംബിടല്ലോ. അപ്പോ ആദ്യം യുദ്ധഭൂമിയിൽ എത്തുന്ന ഒരാൾ ഇവിടെ അല്ല നിൽക്കേണ്ടത് എന്ന് അവർക്ക് ഭൂമിശാസ്ത്ര ഘടന നോക്കിയിട്ട് മനസ്സിലാകുന്നു. പക്ഷെ റസൂൽ ഇവിടെ നിൽക്കാനാ പറഞ്ഞു. അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ ഉടനെ ഇവരെ ചോദ്യം എന്ത്, ഇത് വഹിയാണോ? അതേന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വർത്താനല്ല. റസൂൽ അങ്ങനെയൊന്നുമില്ല, ഞാന് പറഞ്ഞതല്ലോ. എന്നാ റസൂല് അപ്പുറത്ത് നിൽക്കല. ഓ ആയിക്കോട്ടെ, അപ്പുറത്ത് നിൽക്കാം, അപ്പുറത്ത് നിന്നു. അപ്പൊ ഇത്താഅത്ത് ആർക്കാണ്? അള്ളാഹുവിനാണ്. വഹിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, പിന്നെ അവിടെ വേറെ സംഗതിയില്ല. അപ്പൊ റസൂലുള്ളാഹിനെ നമ്മൾ ഇത്താഅത്ത് ചെയ്യുന്നത് പോലും അത് അള്ളാഹുവിന്റെ വഹി അടിസ്ഥാനത്തിലാണ് റസൂൽ പറയുന്നത്. അപ്പോഴും അനുസരണം ആർക്ക് തന്നെയാണ്? അള്ളാഹുവിനാണ്. അപ്പോ അവര് പറഞ്ഞിടത്ത് നിന്നു. പിന്നീട് വലിയ ഗുണമായി, കാരണം തലേ ദിവസം മഴ പെയ്തപ്പോ ഇവര് നിന്ന ഭൂമി ഉറച്ചു കിട്ടി. മറ്റൊരിടത്തേക്ക് ഈ ഇതും കൂടി ഒലിച്ചു പോയിട്ട് അവിടെ ചളിപൊളിയായി. അപ്പൊ ആദ്യം നിന്നോടത്തായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ നിന്നോടത്ത് ചളിയാവുകയും മറ്റൊരു ഭൂമി ഉറക്കുകയും. അപ്പൊ യുദ്ധതന്ത്രത്തിന്റെ സംഗതിയാണ്. അപ്പൊ റസൂലുള്ളാഹി അതില് നിങ്ങളാരാ എന്നോട് ചോദിക്കുക, ഞാൻ അള്ളാഹിന്റെ നബിയല്ലേ, അത് ശരി എന്നിട്ട് പറഞ്ഞതുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഒരു ബാഡ് ഈഗോ വർക്ക് ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണല്ലോ അള്ളാഹു പറഞ്ഞത്, അംറഹും ശൂറാ ബൈനഹും, നിങ്ങൾ തമ്മിൽ കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണ്. അപ്പോ അള്ളാഹുവിനെ അനുസരിക്കുക, ഇത്താഅത്ത് അള്ളാഹുവിനാണ്. അപ്പൊ അള്ളാഹ് എന്ത് പറഞ്ഞാലും അനുസരിക്കണം. അങ്ങനെയാണ് അള്ളാഹ് പറഞ്ഞത് സുജൂദ് ചെയ്യാന് ആദമിന്. നമ്മൾ അവിടെ പഠിച്ചതാണത്. അപ്പൊ എല്ലാരും കൂടി സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ് ഒഴികെ. അപ്പൊ ഇബ്ലീസ് ആകെ ചെയ്തത് എന്താണ്? അള്ളാഹുവിനെ അനുസരിച്ചില്ല എന്നതാണ്. ഉമർ റളിയല്ലാഹു പോയിട്ട് അജൽ അസ്വദിനോട് പറയുന്നുണ്ട്, അജൽ അസ്വദ്, നീ വെറും ഒരു കല്ലാണ്, നീ വെറും ഒരു കല്ലാണ്, എനിക്കറിയാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കും. അള്ളാഹുവിന്റെ റസൂൽ ചുംബിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അള്ളാഹു കൽപ്പിച്ചുകൊണ്ടായിരിക്കും. വേറൊരു കല്ലിനെ അള്ളാഹുവിന്റെ റസൂൽ ആ കല്ലിനെ ചുംബിച്ചല്ലോ, ഞാൻ ഈ കല്ലിനെ ചുംബിക്കട്ടെ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ വേറെ ആള് നമ്മളോട് വന്നിട്ട് പറയാണ്, ഇതാ റസൂൽ ഇപ്പൊ ആ കല്ലിനല്ലേ ചുംബിച്ച്, ഞാൻ ഈ കല്ലിനെ ചുംബിക്കുന്നു, അഞ്ചി വേണം ചുംബിച്ച്, ഞാനില്ല. കാരണം ഇത്താഅത്തായിരിക്ക് മാത്രമാണ്, അള്ളാഹുവിന് മാത്രം. അപ്പൊ അള്ളാഹുവിനുള്ള ഇത്താഅത്ത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ദൂതനോടുള്ള ഇത്താഅത്ത്. അത് അള്ളാഹ് കൽപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അള്ളാഹ് കൽപ്പിക്കുന്നത്, റസൂൽ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ളതാണെന്ന് തെളിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല, വേറെ ചോദ്യമൊന്നുമില്ല. അതേസമയം ഉലുൽ അംർ നമ്മളോടൊരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ പ്രമാണം ചോദിക്കണം. അതെവിടെയുള്ളത്? ദീനിലുണ്ടോ? ഇസ്ലാമാണോ? എന്നിട്ട് റദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ഇത് വളരെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങളോട് ചോദിക്കട്ടെ ഒരു ചോദ്യം, നിങ്ങൾ നിസ്കരിക്കലുണ്ടോ? മിണ്ടണില്ല. നിസ്കരിക്കലുണ്ടോ? ചില ചോദ്യമോ ചിലർക്ക് ഉത്തരം പറയാൻ
പ്രയാസം ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യം കിട്ടിയാൽ അന്നേരം അതിന് പറയണ്ടേ മറുപടി? നിസ്കരിക്കലുണ്ടോ? നോമ്പോ? സക്കാത്ത് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ കൊടുക്കലുണ്ടോ? ആ. ഹജ്ജിന് പോകാൻ കഴിവുള്ളവരൊക്കെ പോയിക്കുന്നോ? ആ. എന്തിനാ അതൊക്കെ ചെയ്ത്? അതിനുത്തരല്ലേ? എന്തിനാ നിസ്കരിക്കുന്നത്? അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണോ? ആണോ അല്ലേ? നിങ്ങളൊന്ന് പറയേ. ആണോ? ശീലായതുകൊണ്ടല്ലേ? ചെറുപ്പത്തിലെ ശീലായി പോയതുകൊണ്ടല്ലേ? അല്ലാണ്ട് അള്ള കൽപ്പിച്ചുകൊണ്ടാണോ നിസ്കരിക്കണേ? കാരണം എന്തോ ആവട്ടെ. ആണോ? ഇത് നിങ്ങളോട് ചോദിച്ച് ഉറപ്പുവരുത്തണം. ശീലത്തിനാണെങ്കിൽ അതുകൊട്ടെ ഇപ്പൊ ചെയ്യുന്നതിന് പറ്റിയ ചോദ്യം ആണോ? എങ്കിൽ നിസ്കരിക്കാനും നോമ്പ് വെക്കാനും വരണതിന് മുമ്പ് അള്ള പറഞ്ഞ് വായിക്കാനല്ലേ? ആണോ അല്ലേ? അല്ലേ? വായിക്കലുണ്ടോ? അതെന്താ വോൾട്ടേജ് ഇല്ലാത്ത? മറുപടി അറിയുമ്പോ അതെന്താ മറുപടി ഇല്ലാത്തത്? നിങ്ങളോടല്ല, നിങ്ങളെല്ലാ ചോദ്യത്തിനും മറുപടി അറിയും. നിങ്ങളല്ലാതെ ബാക്കിയുള്ളവരാണ്. ഈ ബെഞ്ച് വയ്ക്കുക, ബാക്കി അവിടുന്ന് അങ്ങോട്ട്. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെ ആണോ നമ്മൾ ഈ ചെയ്യുന്നത്? എങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇത് മാത്രമാണോ കൽപ്പിച്ചത്? റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് മാത്രമാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? എങ്കിൽ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, ഖുലിൽ ഹഖ് വ ഇൻ കാന മുർറാ, നിങ്ങൾ സത്യമേ പറയാവൂ, അത് കൈപ്പുള്ളതാണെങ്കിലും. അനുസരിക്കലുണ്ടോ? നിങ്ങൾ അപ്പുറത്തുള്ള വീട്ടിലേക്ക് അനുവാദം ചോദിച്ചേ പോകാൻ പാടുള്ളൂ എന്ന് ഖുർആനിലില്ലേ? അടുക്കള ഭാഗത്തൂടെ ഒന്നും ചോദിക്കാണ്ട് കയറലില്ലേ? അല്ല, ചോദിക്കാണ്. ജനൽ എന്ന് പറയുന്നത് പുരന്റെ അകത്തുനിന്നും പുറത്തേക്ക് നോക്കാനുള്ള വൺ വേ ആണ്. പുറത്തുനിന്ന് അകത്തേക്ക് ജനലിലൂടെ നോക്കാൻ പാടില്ല എന്നാണ്. അവനാന്റെ പുരയിലല്ല, എന്തോ തിരുപ്പിച്ചിക്കണ അയലിന്റെ അടുത്ത് പോയപ്പോ അകത്തുനിന്ന് ഒച്ചേട്ടാ ജനലിനുള്ളിൽ കൂടി അകത്ത് നോക്കിക്കൂടാന്നല്ല. അവനാന്റെ പുരന്റെ കാര്യമില്ല. അപ്പുറത്തെ പുരയിലേക്ക് ജനലിനുള്ളിൽ കൂടി നോക്കാൻ പാടില്ല. അനന്തരാവകാശം ഓഹരി വെക്കുമ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അപ്പോ ഒക്കാക്കും അനിയനും ഓൽക്ക് മക്കൾക്കൊക്കെ കിട്ടിപ്പോവും എന്ന് വിചാരിച്ചിട്ട് പെമ്മക്കൾ മാത്രമുള്ളവര് അത് ചാടിക്കടക്കലുണ്ടോ? സ്വത്തിന്റെ കാര്യം മാത്രം പറയരുത്. നിങ്ങൾ നിയമങ്ങളെ കുറിച്ച് പറ. നിങ്ങള് പലിശ വാങ്ങരുത് എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? കൊടുക്കരുത്, എഴുതി വെക്കരുത്, സാക്ഷി വെക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ? എവിടെ ഇത്താഅത്തുള്ളത്? എവിടാണ് ഇത്താഅത്തുള്ളത്? അനുസരണം, ഇത്താഅത്ത്. നമ്മളെല്ലാവരും പലിശ ഉപയോഗിക്കുന്നവരാണ്. എല്ലാവരും പലിശയുടെ ഫലം ഉപയോഗിക്കാത്തവരാരാ അവിടെ ഇരിക്കുന്നത്? പഞ്ചായത്തിന്റെ അപ്പുറത്തൊരു ഷോപ്പില്ലേ? സ്വദേശ നിർമ്മിത വിദേശ മദ്യം. പറയണേനെ കള്ളത്തരല്ലേ? സ്വദേശ നിർമ്മിച്ച പിന്നെ വിദേശാവോ? പറയണേന്നെങ്ങനെയാണ്? സ്വദേശ നിർമ്മിത വിദേശ മദ്യം. അത് വരുന്നതിന്റെ മുമ്പും വന്നതിന്റെ ശേഷമുള്ള ആ പരിസരത്തെ നിങ്ങളൊന്ന് വെറുതെ റീഡ് ചെയ്ത് നോക്കൂ. നമുക്ക് വണ്ടി ഓടിക്കാൻ പേടിയാ വയലെ പോകുമ്പോൾ. കാരണം ഇത് ഏത് കാലിലാണ്. അവിടെ ശരിക്കും കുടിക്കാനുള്ള അനുവാദം ഇല്ല, വാങ്ങി കൊണ്ടുപോയിക്കൊള്ളണം എന്നാണ്. പക്ഷെ അനുവാദം ഇല്ലായിട്ടും കൂടി എന്താകുന്നുണ്ട്, നിരന്തരം വളരെ പരസ്യമായി അതിനുള്ള കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇപ്പുറത്ത് വെച്ചത് അതിന് കൂട്ടാനുള്ളത്. അച്ചാറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ അത് കാണുമ്പോ നമുക്ക് ബേജാറാണ്. ഭക്ഷണം വിറ്റ പൈസന്റെ ലാഭത്തിൽ നിന്നല്ലേ നിങ്ങൾ പുറയിലേക്ക് കിറ്റ് കൊണ്ട തരുന്നത്? അതിന്റെ ലാഭത്തിൽ നിന്നല്ലേ നിങ്ങൾക്ക് പെൻഷൻ തരുന്നത്?
ഇപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട സർക്കാർ പ്രഖ്യാപിച്ച എത്രയും പെൻഷനും സംഗതികളൊക്കെ അതിന്റെ ലാഭപ്പേത സക്കാത്തിന്റെ ഹിസ്സയാ? ലോട്ടറി അല്ലേ? മദ്യല്ലേ? അല്ലേ? ബോംബെയിലൊക്കെ ആണെങ്കിൽ ചുവന്ന തെരുവിൽ നിന്ന് പോലും ടാക്സ് വാങ്ങുന്നുണ്ട്. വേശ്യാവൃത്തിക്ക് ഓൽക്ക് പൈസ കിട്ടുന്നതിൻ്റെ അകത്തുനിന്ന് ടാക്സ് കൊടുക്കണം. അതിൻ്റെ അകത്തുനിന്നല്ലേ കൊടുക്കുന്നത്? ഇനി നമ്മൾ കിറ്റ് വാങ്ങണ്ടെന്ന് വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? റോട്ടുമിൽ ഇറങ്ങിയ ടാർ ചെയ്തത് എങ്ങനെയാ റോഡ്? ഈ പലിശ പൈസ കൊണ്ടല്ലേ? ഈ ഹറാമ കൊണ്ടല്ലേ? ആണോ അല്ലേ? എന്തെങ്കിലും രാവിലെ ചാവടിക്കാത്ത മാതിരി ആണല്ലോ, അതന്നെ ഉള്ളൂ. ഞാൻ പറയുന്നത്, ഒരാള് ഒരു കുഴിയിൽ വീണ് പോയാൽ, ഒരു മാൻഹോളിൽ വീണ് പോയി വിചാരിക്കുക. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ ഗോപിജാലിന്റെ ഒരു മാൻഹോള് ഉണ്ടല്ലോ, ഇങ്ങനെ കണ്ടില്ല, ഓട്ടം ഉണ്ടാക്കി ആ നൗഷാദൊക്കെ വീണ് മരിച്ചുപോയി. മൂടി തുറന്നു വെച്ച് നമ്മള് കാണാണ്ട് അതിൽ വീണു വിചാരിച്ചു. ആ വീണ മനുഷ്യന് കയറി വരണം എന്നുള്ളൊരു വിചാരം വേണോ വേണ്ടേ? സ്വന്തം കയറി വരാൻ കഴിയില്ലെങ്കിൽ ഒരു മൊലോളിക്കെങ്കിലും ചെയ്യണ്ടേ? ഏതായാലും വേണമല്ലോ. എന്നാ പിന്നെ ഇവിടെ ഹരത്തിലിരിക്കുക, ഒരു സ്റ്റൂൾ കൂടി തരുമോ എന്ന് മേലോട്ട് ചോദിക്കണ നിലപാടാണെങ്കിൽ പിന്നെ ഓനെ പറ്റി എന്താ പറയാ? ഏതായാലും ഇവിടെ വീണ് ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ നിലത്ത് കാണില്ല, നിങ്ങൾ ആരെങ്കിലും ഒരു സ്റ്റൂൾ ഇറക്കി തരും, ഞാൻ ഇവിടെ ഇരിക്കട്ടെ, നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്, അപ്പൊ സുഖമാണ്, വാട്സപ്പൊക്കെ നോക്കാം എന്ന് പറയുന്ന ഒരുത്തനെ കുറിച്ചുള്ള നമ്മുടെ നിലപാട് എന്താണ്? ആകാശ ലോകത്തു നിന്ന് മലക്കൾ നമ്മളെ നോക്കിയിട്ട് അജാതിയ നമ്മൾ എന്നല്ലേ ശരിക്കും പറയാ? കാരണം ഈ പലിശന്ന് രക്ഷപ്പെടാൻ, മദ്യത്തിന്റെ വരുമാനത്തിന് രക്ഷപ്പെടാൻ, നമ്മളെ നാട്ടിലെ ഈ തെറ്റായ വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? അതെ, അതിലേക്കാണ് ഞാൻ പറ്റിയത്, നിങ്ങൾ ചോദിച്ചു കൊടുത്ത്. അപ്പോൾ ഒരാൾ അബദ്ധത്തിൽ ഒരു സംഗതിയിൽ വീണുപോയി, അങ്ങനെ വീണു പോകാം. അങ്ങനെ വീണു പോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നവനും വീണത് വിദ്യയായിട്ട് അതിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവനും ഒരുപോലെയാണോ? ഇതാണ് ചോദ്യം. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ആവത് ചെയ്യുന്നവരിലാണോ നമ്മൾ പെടുക, അതിൽ തന്നെ നീന്തി തുടിക്കുന്നതിലാണോ നമ്മൾ പെടുക എന്ന് നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം. പന്നിയിറച്ചി തിന്ന നിർബന്ധിതാവസ്ഥയിൽ വേറൊന്നും തിന്നാൻ കിട്ടാനില്ല, മരിച്ചു മാത്രമേ ഉള്ളൂ എങ്കിൽ അപ്പൊ തിന്നപ്പോ തരക്കേടില്ലല്ലോ, ഒന്ന് 2 ദിവസം കൂടി ഇട് എന്ന് പറഞ്ഞാൽ അതെന്താ അതിന്റെ കഥ? എന്താ അതിന്റെ കഥ? നിങ്ങളോട് ഒരാൾ വാള് ഉയർത്തിപ്പിടിച്ചിട്ട് കുഫറിന്റെ വാക്കുച്ചരിക്കാൻ പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ഇസ്ലാമില് മനസ്സിലൊന്ന് വെച്ച് പുറത്ത് വേറൊന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അതിന് നിഫാഖ് എന്നാണ് പറയാ, അല്ലേ? പക്ഷെ മനസ്സിലൊന്ന് വെച്ച് പുറത്ത് വേറെ ഒന്ന് പറയൽ അനുവദനീയമാണ്. ചില സന്ദർഭങ്ങളിൽ മനസ്സിൽ കുഫർ വെച്ച് പുറത്ത് ഇസ്ലാമാണെന്ന് നടിക്കൽ നിഫാഖാണ്. എന്നാൽ മനസ്സിൽ ഈമാൻ വെച്ച് പുറമേക്ക് കുഫറിന്റെ വാക്ക് ഉച്ചരിക്കുന്നത് അനുവദനീയമാകും ചിലപ്പോൾ. പക്ഷെ അത് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യുന്നതാണ്. അന്നേരം പോലും ഈ കുഫറിനോട് വെറുപ്പ് ഒരല്പം പോലും കുറയാൻ പാടില്ല. ഇതാണ് അതൊക്കെ ആപേക്ഷികമാണ് മാഷെ. ഞമ്മക്ക് ഉപേക്ഷിക്കാൻ കഴിയുക കിറ്റ് വാങ്ങുന്നത്. ആ കിറ്റ് കിട്ടിയാലേ പോരെ കഴിയുന്നുള്ളവന് അത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ആ പെൻഷൻ കിട്ടാതെ വേറെ വരുമാനമില്ലാത്തവർക്ക് പെൻഷൻ വേണ്ടാന്ന് നിൽക്കാൻ പറ്റൂല. ആപേക്ഷികമാണ്. എന്ന് പറഞ്ഞാൽ റുദിയ ഫിൽ ഹറാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഘട്ടമുണ്ട്. ഹറാമിൽ ഊട്ടപ്പെടുന്ന ഒരു കാലം. അപ്പൊ ഈ ഹറാമിൽ ഊട്ടപ്പെടുന്ന, മുഴുവനായും അതിൽ മുങ്ങി വരുന്ന ഒരു കാലം, ആ കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ കാലത്ത് ജീവിക്കേണ്ടി വന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മളെ മുമ്പിലുള്ള ചോദ്യം അതിനോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്നതാണ്. മക്കയില്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ജീവിക്കുമ്പോ കഅബന്റെ അകത്ത് നിറച്ചും വിഗ്രഹങ്ങളായിരുന്നു. ആ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ അതിനെ തവാഫ് ചെയ്തവരാണ് അവര്. പക്ഷേ അവരുടെ മനസ്സിലും പ്രവർത്തനത്തിലും നിലപാടുകളിലുമൊക്കെ അവിടുന്ന് അത് ശുദ്ധീകരിക്കണമെന്ന ബോധമുണ്ടായിരുന്നു. അതിനവര് വർക്ക് ചെയ്തിരുന്നു. ആ വർക്ക് ചെയ്തതിന്റെ പേരിൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നിരുന്നു. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവരാരും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവര് ഇത് ഒഴിവായി കിട്ടാൻ വേണ്ടി അങ്ങേറ്റം പണിയെടുത്ത് 13 കൊല്ലം പണിയെടുത്തതിന് ശേഷം മദീനത്തേക്ക് നാടിനുപേക്ഷിച്ചിട്ട് അവര് പോയി. അങ്ങനെ പോയതിന്റെ ഫലമാണ് ബദറിലെ വിജയം. അങ്ങനെ പോയതിന്റെ ഫലമാണ് മക്ക വിജയം. അങ്ങനെ പോയതിന്റെ ഫലമായിട്ടുണ്ടായതാണ് കഅബയുടെ ശുദ്ധീകരണം. ഏതായാലും ഇങ്ങനൊക്കെ കൂടിയാണല്ലോ നമ്മൾ ബന്ധാക്കാനാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഹിജറന്റെ ആവശ്യമില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ സുമയ്യ റളിയല്ലാഹു അൻഹ രക്തസാക്ഷിയാവേണ്ട ആവശ്യമില്ല. അബൂജഹൽ ഉത്ബത്തു ഷൈബത്തും ഒക്കെ ആണല്ലോ ഇവിടെ നയിക്കുന്നത്. നമ്മളെ പോലുള്ള സാധുക്കൾ അതന്നെ ആരാ നമ്മളെ കൂടെ വരുന്നത്? അമ്മാർ, ബിലാൽ, സുമയ്യനെ പോലുള്ള ആൾക്കാർ. 4, 3, 7 ആൾക്കാർ എന്താക്കാനാണ്? അതിൽ തന്നെ 4 ആൾ അടിമകളാണ്, 3 ആൾ അല്ലാത്തവരാണ്. അപ്പൊ നമ്മൾ എന്താക്കാനാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മളുള്ളത്. അപ്പൊ അവിടെ നമുക്ക് അള്ളാഹുവിനെ, അള്ളാഹ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ സമുദായത്തിന്റെ അള്ളാഹ് ആകുമ്പോഴാണ് നമ്മക്കും പ്രശ്നം. അതെങ്ങനെ ഇപ്പൊ ഇവരോട് പറയാം? നമ്മൾ അവിടുന്ന് ആദ്യം ഇറങ്ങണോ? നമ്മളെ സമുദായത്തിന്റെ അള്ളാഹിനെയാണ് നമ്മക്ക് തന്നെ അറിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിങ്ങനെ അത് ഇവരോട് പറയാന്ന് വിചാരിക്കുന്നത്. നമ്മൾ അവരോട് പറയുമ്പോ അവരുടെയും കൂടി സൃഷ്ടാവിനെ കുറിച്ചാ പറയണെന്നുള്ള നമ്മളെ ബോധ്യവും നമ്മുടെ ആത്മവിശ്വാസവും അങ്ങനെ അവർക്കത് പകർന്നു കൊടുക്കാൻ ആവശ്യമായ പരിശീലനവും നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവരോട് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ചരിത്രങ്ങളും അഹ്സനുൽ ഖസസ് എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിൽ സൂറ യൂസുഫിന് പറയുന്നത്, അല്ലേ? യൂസുഫ് നബി ഏതൊരു റിലീഫ് കമ്മിറ്റിനോട് നിങ്ങൾ എനിക്ക് കുറച്ച് അരി എന്നാല് ഞാനും വിതരണം ചെയ്യാന്നല്ല പറഞ്ഞത്. അവിടുത്തെ രാജാവിനോട് ഖജനാവും കൊണ്ട ഞാനായിക്കോളാം എന്നാണ് പറഞ്ഞത്. എന്തിനാ ഒരു നബി ആചാര്യ പണിക്ക് പോയത്? അങ്ങനെ പോയത് കൊണ്ടാണല്ലോ അത് കിട്ടിയത്, അല്ലേ? അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അസ്ല്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് പോലും അള്ളാഹിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ ശിർക്ക് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞത് കൊണ്ടാണ്. അള്ളാഹ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനല്ലാതെ നിങ്ങൾ വേറെ ആർക്കും ഇബാദത്ത് ചെയ്യരുത്. അപ്പോ വേറെ ആർക്കെങ്കിലും ഇബാദത്ത് ചെയ്യലാണോ പ്രശ്നം? അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കലാണോ പ്രശ്നം? എന്ന് ആലോചിച്ച് നോക്കുമ്പോ ഏതാ പ്രശ്നം? അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നുള്ളത് പോലും എന്തുകൊണ്ടുണ്ടായതാണ്? അള്ളാഹ് പറഞ്ഞുകൊണ്ടുണ്ടായതാണ്. അതേ അള്ളസ്ജുദൂലി ആദം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ആദിന്റെ പിന്നെ മുമ്പിലായി, അല്ലേ? അള്ളാഹു പറഞ്ഞു തവാഫ് ചെയ്തോളൂ, നമ്മൾ ചെയ്തു. നമ്മളെ പൊരന്റെ പുള്ളി തവാഫ് ചെയ്താൽ എന്താവും? ശുർക്കാവൂലേ? നമ്മളെ പൊരക്ക് നമ്മൾ നിയ്യത്ത് വെച്ച് തവാഫ് ചെയ്താൽ ശുർക്കല്ലേ? അതെ കഅബക്ക് ചെയ്താലോ അത് തൗഹീദായി ആയില്ലേ? അപ്പൊ എന്തായി? മദീനത്തെ പള്ളി പോലും തവാഫ് ചെയ്താൽ അത് ശിർക്ക് തൗഹീദാവില്ല, അള്ളാഹനല്ല അനുസരിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിക്കുക, അള്ളാഹു അനുസരിക്കാൻ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞോ അവരെ കുറിച്ചൊക്കെ അനുസരിക്കുക. ഇപ്പൊ നമ്മളിവിടുത്തെ നിയമ നടപടികളൊക്കെ അനുസരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ രാജ്യവുമായിട്ട് ഒരു കരാറിലാണ്. ഇത് ദാറുൽ അഹ്ദാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളും വരെയായിട്ട് ഈ രാജ്യമായിട്ടൊരു കരാറുണ്ട്. ആ കരാർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നിർവഹിക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്നു. പകരം ഈ രാജ്യത്തോടുള്ള കൂറും ഇതിന്റെ നിയമവ്യവസ്ഥകളുടെ നടത്തിപ്പിലും നമ്മൾ സഹകരിക്കും. ഇതാണ് ദാറുൽ അഹദ് എന്ന് പറയുന്നത്.
അതല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ നമ്മൾ ഇവിടുത്തെ നികുതി ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ നമ്മൾ അനുസരിക്കും. പക്ഷെ ആ അനുസരിക്കുമ്പോഴും നമ്മളെ മനസ്സിൽ അള്ളാഹുവിന്റെ നിയമത്തിനെതിരാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിലേ അനുസരിക്കാവൂ. അള്ളാഹുവിന്റെ നിയമത്തിനെതിരായ ഒരു കാര്യം നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ അനുസരിക്കരുതെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു നിയമം അനുസരിക്കുന്നത് ശരിയാണ് എന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. അള്ളാഹു ഉണ്ടാക്കിയതല്ലാത്തൊരു നിയമം അനുസരിക്കുന്നത് മാത്രമല്ല തെറ്റാവുക, അനുസരിക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കൽ തന്നെ തെറ്റാവും. അനുസരിക്കണേ ചിലപ്പോൾ തെറ്റാവൂല, കാരണം സാഹചര്യം അനുസരിച്ച്, നിർബന്ധിതാവസ്ഥ അനുസരിച്ച് ഒക്കെ അനുസരിക്കും. പക്ഷെ അങ്ങനെ അനുസരിക്കലാണ് ശരി എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. പലിശയുടെ കാര്യം തന്നെ അങ്ങനെയാണ്. ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടത്താതെ നമുക്ക് സാധ്യമല്ല, അല്ലല്ലോ. ഒരു നിശ്ചിത സംഖ്യ കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? DD എടുക്കണം, അല്ലെ അക്കൗണ്ട് ത്രൂ ആയിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം എന്നത് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കണം, അതുകൊണ്ട് പലിശ വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് അവര് പറഞ്ഞതാണ് ശരി എന്ന് വിചാരിച്ചാൽ അതെന്താവും? അത് കുറ്റകരമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. 2 കുട്ടികളിൽ അപ്പുറം ഉണ്ടായത് പേറ് നിർത്തണം എന്ന് പോലും പറഞ്ഞാൽ വേറെ മാർഗം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിർത്തേണ്ടി വരും. മാർഗം ഉണ്ടായിട്ട് തന്നെ നിർത്തിയവരാണെങ്കിൽ പിന്നെ മാർഗമില്ലാത്ത കാര്യം പറയേണ്ടി വരും. അപ്പോ പക്ഷെ അങ്ങനെ ഓല് പറയണതാണ് ശരി എന്ന് വിചാരിച്ചാൽ എന്താവും? അത് കുറ്റം. ഫീസ് കൊടുക്കാൻ പറ്റൂല, പഠിപ്പിക്കാൻ പറ്റൂല, പോറ്റാൻ പറ്റൂല എന്ന് വിചാരിച്ചാൽ കുട്ടികളെ കൊല്ലരുത് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ആയിപ്പോയവരൊക്കെ പിന്നെ തൗബ ചെയ്താൽ മതി, വേറെ രക്ഷയൊന്നുമില്ല. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, ഇന്നല്ലാഹു തവ്വാബുർ റഹീം, ഇന്നഹു കാന തവ്വാബ എന്ന് വിചാരിച്ചാൽ മതി. ഒരു കണക്കനുസരിച്ച് 3000 കുട്ടികൾ ഓരോ ദിവസവും കേരളത്തിൽ ഭ്രൂണഹത്യക്ക് വിധേയമാകുന്നു എന്നാണ്. ഏതോ ഒരു കണക്കാ, ശരിയും തെറ്റൊക്കെ ആവാം. നമുക്കാർക്കെങ്കിലും ബേജാറുണ്ടോ? പക്ഷെ ഇതേ പണി മക്കത്ത് ചെയ്തപ്പോൾ ബേജാറായിട്ട് തലവന്ത് നടന്നൊരു മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ നമ്മളെ ദീൻ എന്ന് പറയുന്നത്. കുഴിച്ചിട്ടോട്ടെ, നമുക്ക് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ മതി എന്നല്ലല്ലോ റസൂൽ പഠിപ്പിച്ചത്. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രമൊക്കെ ഉണ്ടാകുന്നതിന്റെ മുന്നേ മക്കത്ത് നിന്ന് ഇറങ്ങിയ ആയത്തിലാണ് പെണ്ണിന് ജീവനോടെ കുഴിച്ചു മൂടുന്നതിനെതിരെ സംസാരിച്ചത്. ആ മക്കത്ത് നിന്നാണ് അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ ദീനിൽ നിഷേധിച്ചവനാണെന്ന് പറയുന്നു. അഗതിക്ക് അന്നം നൽകലൊക്കെ ഒരു വ്യവസ്ഥാപിതമായ സർക്കാരിന്റെ, സ്റ്റേറ്റിന്റെ പണിയല്ലേ? ആണ്. എന്നിട്ട് പക്ഷെ ഖുർആൻ പറയുന്നു, അങ്ങനെ നിങ്ങൾ ഹള്ള് നടത്തിയിട്ടില്ലെങ്കിൽ വലാ തഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാരുടെ അന്നത്തിന്റെ കാര്യത്തിൽ ഹള്ള് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രേരണ ഉണ്ടായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ ദീനിനെ നിഷേധിച്ചവനാണ് എന്ന് പറയുന്നത്. അപ്പോ നന്ന ചുരുങ്ങിയത് ഈ ചളിക്കുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം, ശുദ്ധീകരിക്കണം എന്ന ഒരു ബോധവും ആഗ്രഹവും അതിനാവശ്യമായ പ്രാർത്ഥനയും, പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആവശ്യമായ പ്രവർത്തനവും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകുന്നത്. മദീനയില് ഞങ്ങൾ അള്ളാന്റെ ആൾക്കാരാണെന്ന് പറയുകയും ഈ കാര്യത്തിലൊക്കെ ഗോത്ര നിയമ വ്യവസ്ഥയായിട്ട് നടക്കുകയും ചെയ്യുന്ന അറബികളോടും ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഒക്കെ പറഞ്ഞ ഈ ആയത്ത് ഇന്ന് അവരുടെ സ്ഥാനത്ത് നിന്ന് കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് മാപ്പിളാരുള്ളത് എന്ന് നമ്മൾ പറയേണ്ടി വരും. മാപ്പിളാരെന്തോ ആയിക്കോട്ടെ, നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി ക്രൈസ്തവ സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നതും മദീനയിൽ വന്നതും ചർച്ച ചെയ്തതും ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഒക്കെയായ സംഭവങ്ങളിലൂടെയാണ് ഈ ആയത്തുകൾ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ആഴ്ച നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.